അല്പം ദയ കാണിച്ചൂടെ ഇവിടെയുള്ളവർക്കെല്ലാം? ഒന്ന് ഇറങ്ങി അന്വേഷിച്ചൂടെ? പകരം എന്താ ചെയ്യുന്നത്? എല്ലാവരും വിവാഹത്തെക്കുറിച്ച് മാത്രം ആലോചിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. നീ തന്നെ നന്ദേട്ടനോട് പറയ്, ഈ വിവാഹം തൽക്കാലം നിർത്തിവെച്ചോണ്ട് സച്ചിയേട്ടനെ ഒന്ന് കണ്ടുപിടിക്കാൻ. അല്ലെങ്കിൽ ഈ വിവാഹത്തിന് നീ തയ്യാറല്ലെന്ന് പറയ്. സ്നേഹേ, നീ ചെന്ന് കിടന്ന് ഉറങ്ങും. നാളെ രാവിലെ നേരത്തെ എഴുന്നേക്കണ്ടല്ലേ? ചെല് പോ. അനയിക്കെന്താ ഇപ്പൊ ഈ വിവാഹം നിർത്തിവെക്കണോ? അങ്ങനെ നിർത്തിവെച്ചാൽ ഈ വീട്ടിലെ പ്രശ്നങ്ങൾ മുഴുവൻ തീരുവോ? ഈ വിവാഹം ഇപ്പൊ വേണ്ടെന്ന് വെക്കാൻ ഇതിലും വലിയൊരു കാരണമാണോ നന്ദേട്ടൻ നോക്കിയിരിക്കുന്നത്? കാണാതായിരിക്കുന്നത് സ്നേഹയുടെ അകന്ന ബന്ധത്തിലുള്ള ആരുമല്ല, സ്വന്തം ഏട്ടനാ. അവള് വരെ ഇവിടെ നിന്ന് കുറച്ചു മുന്നേ പറഞ്ഞു കഴിഞ്ഞു, സച്ചി ഏട്ടനും സന്ദീപും കൂടി ചേർന്ന് നടത്തുന്ന വിവാഹത്തിനാണ് അവൾക്ക് താല്പര്യമെന്ന്. ഞങ്ങളും ചോദിക്കുന്നത് അത് തന്നെയാ. ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ട് പോരെ ഈ വിവാഹമൊക്കെ? അതിനിവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല അനകെ. സച്ചി അവിടെ കാർ വിട്ടിട്ട് വേറെ എവിടെ പോയിരിക്കുകയാണ്. അവൻ നാളെ ഇങ്ങ് തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പുള്ളിടത്തോളം കാലം ഞാൻ എന്തിനീ വിവാഹം വേണ്ടെന്ന് വെക്കണം? അർച്ചനയോടൊരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. അത് താഴെ വെച്ച് പറയാൻ കഴിഞ്ഞില്ല, അതിനുള്ളൊരു സാഹചര്യമല്ലായിരുന്നു. ഈ വിവാഹം നാളെ നടന്നില്ലെങ്കിൽ പിന്നീട് നടത്താൻ ധനുഷിന്റെ വീട്ടുകാർ സമ്മതിക്കത്തില്ല. സച്ചിയുടെ കാര്യം അത്ര വലിയ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമല്ല. അതുകൊണ്ട് മതി, നന്ദേട്ടൻ നിന്ന് കൂടുതൽ ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. സച്ചിന്റെ കാര്യം നിങ്ങൾക്കൊക്കെ അത്ര നിസ്സാരമായിട്ട് തോന്നുമായിരിക്കും. എന്നാ എനിക്ക് അങ്ങനെയല്ല. നിങ്ങളൊന്നും അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് ആലോചിക്കുന്നുമില്ലായിരിക്കും. പക്ഷെ എനിക്കത് മാത്രമേ ആലോചിക്കാനുള്ളൂ. നിങ്ങൾ വിവാഹം നടത്തുകയോ നടത്താതിരിക്കോ എന്ത് വേണേലും ചെയ്യ്. സച്ചേട്ടൻ തിരിച്ചു വരുമെന്ന് നിങ്ങളൊക്കെ സ്വയം വിശ്വസിക്കുന്ന പോലെ എന്നെ കൊണ്ട് പറ്റില്ല. എവിടെയായാലും ഞാൻ സച്ചേട്ടനെ കണ്ടുപിടിക്കും, തിരിച്ചുകൊണ്ട് വരികയും ചെയ്യും. അതിലെനിക്ക് ആരുടെയും സഹായം വേണമെന്നില്ല. ആരില്ലെങ്കിലും ഈശ്വരനുണ്ടാവും എന്റെ കൂടെ, എനിക്കത് മതി. സ്വയം ന്യായീകരിക്കാനും എന്നെ കൂടി പറഞ്ഞത് വിശ്വസിപ്പിക്കാനും ഇനി ഇവിടെ ആരും വരരുത്. അതൊന്നും കേൾക്കാനുള്ളൊരു മാനസികാവസ്ഥയിലല്ലാത്തതുകൊണ്ട് പറയാ ഞാൻ. മോളെ